ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചേരുന്നു. MV ജയരാജൻ, കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം സ്ഥാപിച്ചു എന്നതാണ് ഈ ദൃശ്യങ്ങളടക്കം വരുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരുണ്ടാവാം, രാഷ്ട്രീയ ശത്രുക്കളാവാം. ആരാണ് ഇതിന് പിന്നിൽ? നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി മത്സരിച്ചതിനെ തുടർന്ന് അദ്ദേഹം ജയിച്ചതാണ്, ഞാൻ പരാജയപ്പെട്ടതാണ്. ഏതായാലും അദ്ദേഹത്തെ രാഷ്ട്രീയമായി നേരിടുക എന്നതല്ലാതെ കൂടോത്രത്തിലൂടെ അദ്ദേഹത്തിന് എന്തോ ആപത്ത് വരണമെന്ന് ഞാനോ ഇടതുപക്ഷമോ ആഗ്രഹിക്കുന്നില്ല. ആ കാര്യം വ്യക്തമാക്കട്ടെ. പിന്നെ ഈ ഇത്തരം കൂടോത്രങ്ങളിൽ നമ്മളെല്ലാം ഇപ്പോൾ വിശ്വസിക്കാൻ പോയാൽ, ഇക്കഴിഞ്ഞ ദിവസം ആൾ ദൈവത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി 2.5 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ ഒത്തുകൂടിയ സ്ഥലത്ത് ഒരു സുരക്ഷാ ക്രമീകരണവും ഏർപ്പെടുത്താത്തതിന്റെ ഫലമായും മറ്റുമായി നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതും ആൾ ദൈവം മനുഷ്യ നന്മക്ക് എന്തായാലും പരിഹാര മാർഗമാണ് എന്ന് കണ്ടുകൊണ്ടു പോയ വിശ്വാസി സമൂഹത്തിനാണ് ഇത്തരം ആപത്തുകൾ ഉണ്ടാവുന്നത്. ഇത്തരം കൂടോത്രം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ കൂടോത്രമാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരുപാട് പേർ KPCC പ്രസിഡന്റിനെതിരായ ഗ്രൂപ്പിന്റെ അകത്തിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് തർക്കമാണ്. ഇനിയിപ്പോ അടുത്ത ദിവസം കോൺഗ്രസിന്റെ നേതൃയോഗം ചേർന്ന് പുനഃസംഘടനയെ കുറിച്ച് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയമായി കാണുന്ന ഇടതുപക്ഷത്തിന് ഒരു വ്യക്തിയെ നശിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രയാസങ്ങളും സംഘടനക്കകത്തുള്ള വിവാദങ്ങളും പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും വലിയ ചുറ്റുമതില് ചുറ്റുമുള്ള പോലീസിന്റെ നിരന്തരമായ സംരക്ഷണമുള്ള ഒരു വീട്ടിലും ഒപ്പം കോൺഗ്രസുകാർ മാത്രം ഒത്തുകൂടുന്ന KPCC ആസ്ഥാനത്തും ഒക്കെയാണ് കൂടോത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത് എന്നതുകൊണ്ട് മറ്റുള്ളവരെ സംശയിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പൊ അത് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് സംശയിക്കുന്ന സാഹചര്യമാണ്. നിങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അത് വസ്തുതാപരമായി ശരിയാണെങ്കിൽ തോന്നുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാ വിധത്തിലും പരിഹാരം കാണാനും മറ്റും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ MV ജയരാജൻ, ഇത് കോൺഗ്രസിനകത്ത് തന്നെ എന്നാണ് ഈ കൂടോത്രം വന്നതെന്നാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? ഏതായാലും മറ്റ് രാഷ്ട്രീയ എതിരാളികൾ അവിടെ എത്തിപ്പെടാനുള്ള സാധ്യതകൾ തീരെയില്ല. ഈ കഴിഞ്ഞ കുറെ നാൾ മുമ്പാണ് മുൻ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ തന്റെ വീടിന് സമീപം ഇങ്ങനെ കൂടോത്രം സ്ഥാപിച്ചവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും അത് കണ്ടെടുക്കുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ അന്ന് പ്രതികരിച്ചതാണ്. കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനും തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു. ഇപ്പോൾ കെ സുധാകരന്റെ അനുഭവം നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് ഈ കൂടോത്രം ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഈ കോൺഗ്രസുകാർ ആകപ്പാടെ ഈ കൂടോത്രത്തിൽ അങ്ങ് വിശ്വസിച്ചു എന്ന് തോന്നുന്നുണ്ടോ? KPCC പ്രസിഡന്റാണ് ആ കാര്യം വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ KPCC അധ്യക്ഷന്മാരും എല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഗ്രൂപ്പ് കൂടോത്രമാണോ എന്ന കാര്യം അവരാണ് വ്യക്തമാക്കേണ്ടത്. യെസ്, എന്തായാലും ഈ നിങ്ങൾ കണ്ണൂരുകാരുടെ ഒരു പ്രത്യേകതയാണോ ഇങ്ങനെ ഇത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായി പോകുക എന്നുള്ളത്? അതുകൊണ്ടാണോ ഇത്? യെസ്, ജയരാജൻ അദ്ദേഹത്തിന് ടെലിഫോണിൽ ലഭ്യമല്ല. ഡാൻ,
എം വി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള CPM നേതാവ് പറയുന്നത് ഇത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ഈ പണി നടന്നിരിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ നീക്കമൊന്നുമല്ല എന്നതാണ്. അങ്ങനെയാണോ കോൺഗ്രസിലെ ചർച്ചകൾ?